അങ്ങനെയുള്ള ഗ്രേറ്റ് സോങ്സ് കേൾപ്പിക്കുക, കേൾക്കാത്തവരെ കേൾപ്പിക്കുക, കേട്ടവരെ വീണ്ടും കേൾപ്പിക്കുക. ഹരിവരാസനം നമ്മളെ ലോകം കണ്ട ഏറ്റവും വലിയ അയ്യപ്പ ഭക്തി ഗാനം, ഒരു സംശയമല്ലല്ലോ. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാ? ഇന്ന് നമ്മോടൊപ്പം സ്റ്റെതസ്കോപ്പും സംഗീതവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു അതുല്യ വ്യക്തിത്വം ഡോക്ടർ റഷീദ് പട്ടത്ത്. ഡോക്ടറിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി രശ്മി. താങ്ക് യു ഡോക്ടർ. 80 to 90 കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ശ്യാം, ജോൺസൺ മാസ്റ്റർ, അവരുടെ സംഗീതത്തെ ഡോക്ടർ എങ്ങനെയാണ് അതിന്റെ പ്രത്യേകതകളും? അതാണ് ഇപ്പം ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ശ്യാമഗീതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എൻ്റെ കൗമാരത്തിലേക്ക് കടന്ന കാലത്ത് ഒരു 12 വയസ്സ് മുതൽ 13-14 വയസ്സ് എൻട്രി ചെയ്ത് ഒരു മിഡ് 80s അല്ലെങ്കിൽ ഈവൻ ലേറ്റ് 80s വരെ. ഇപ്പോൾ 1921 എന്ന് പറഞ്ഞൊരു സിനിമ അല്ലേ, അത് 1988 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ഐ വി ശശിയുടെ സിനിമ. അപ്പോൾ അപ്പോഴേക്കും ശ്യാമും എല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു. അതായത് ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടിട്ട് തെലുങ്ക് സിനിമക്കാർ മലയാളത്തിൽ കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി പ്രതിഫലമൊക്കെ കൊടുത്തിട്ട് ശ്യാമിനെ അങ്ങ് കൊണ്ടുപോയി. പക്ഷെ അപ്പോഴും ഐ വി ശശി വിളിച്ചാൽ ശ്യാമ് വരും എന്നുള്ളതാണ്. അങ്ങനെ വന്ന് ചെയ്താണ് 1921 എന്ന സിനിമയിൽ മോയിൻകുട്ടി വൈദ്യരുടെ വരികൾ, മുത്തുനവരത്നമുഖം കത്തിടും മയിലാള്, അത് 1988 പിന്നെയും ഐ വി ശശി വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അക്ഷരത്തെറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ശ്രീകുമാരൻ തമ്പി ലിറിക്സ് എഴുതിയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും രശ്മി. ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ, അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ഒരു മഹാകാവ്യം. അപ്പൊ അത് ചിലപ്പോൾ ശ്രീകുമാരൻ തമ്പി, ചിലപ്പോഴാവില്ല, മിക്കവാറും ശ്രീകുമാരൻ തമ്പി ശ്യാം മ്യൂസിക് കൊടുത്തിട്ട് എഴുതിയിട്ടുള്ള വരികളായിരിക്കും. പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ മ്യൂസിക്കാണത് അല്ലേ, കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്. പക്ഷെ ശ്യാമിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഏർലി 80s ആണ്. ഞാൻ പറഞ്ഞ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ, പിന്നെ ഈ സിന്ദൂരത്തിലകവുമായി, ശരൽക്കാല സന്ധ്യ കുളിർ തൂകി വന്നു, അതൊക്കെ ചുനക്കര രാമൻകുട്ടിയാണ് ശരൽക്കാല സന്ധ്യയും സിന്ദൂരത്തിലകവുമായി അതിൻ്റെ ഗാനരചയിതാവ്. പിന്നെ മാനത്തെ ഹൂറി പോലെ, പെരുന്നാൾ പിറ പോലെ, യൂസഫ് അലി കച്ചേരിയുടെ രചന, ശ്യാമിൻ്റെ സംഗീതം. 1984 ONVയുമായിട്ട് ശ്യാമിൻ്റെ പാട്ടുകളുണ്ട്. അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ വി ശശി, MT വാസുദേവൻ നായർ, മമ്മൂട്ടി സിനിമയിൽ തൊഴുതുമടങ്ങും സന്ധ്യയുമേത്, ഉണ്ണിമേനോൻ്റെ മാസ്റ്റർ പീസ്. അപ്പോൾ അത് ശ്യാമാണ് മ്യൂസിക്. ONV ശ്യാമിൻ്റെ മ്യൂസിക്കിനനുസരിച്ച് വരികൾ എഴുതി. അതിലൊരു ഡുവറ്റ് ഉണ്ട്, ഒന്ന് കേട്ടു നോക്കണം കേട്ടോ. അത് ഒട്ടും പറയപ്പെടാത്തൊരു പാട്ടാണ്, ഒരു അണ്ടർ റേറ്റഡ് ജം എന്ന് ഞാൻ പറയല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിമേനോൻ സോങ്, ഉണ്ണിമേനോനും ജാനകി അമ്മയും കൂടെ പാടിയിട്ടുള്ളൊരു ഡുവറ്റ് ഉണ്ട് അതിൽ, അലസത വിലസിതം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് യൂട്യൂബിലൊന്ന് കേൾക്കണം. അത് സിനിമയിൽ പോലും ആ പാട്ട് ആദ്യത്തെ ചരണം വരെ ഉള്ളൂ. പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ സോങ്ങാണ്. ജാനകി അമ്മയും ഉണ്ണിയേട്ടനും കൂടെ ഉണ്ടാക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ ആ പാട്ടിൽ. അത് പിന്നെ കറുത്ത തോണിക്കാര, അതും അക്ഷരങ്ങളിലാണ്. പിന്നെ 1985 അനുബന്ധത്തിൽ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞയും, ബിച്ചു തിരുമല ശ്യാം, പിന്നെ വൈശാഖ സന്ധ്യ, അത് യൂസഫ് അലി കച്ചേരിയുടെ വരികളിൽ ശ്യാം ചെയ്തിട്ടുള്ളത്. ശ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ടു മിഡ് 80s ശ്യാം മ്യൂസിക് കൊടുത്ത പാട്ടുകൾ ഏതാന്ന് ചോദിക്കണതിനേക്കാളും ശ്യാം മ്യൂസിക് കൊടുക്കാത്ത പാട്ടുകൾ ഏതാ, അത്രയ്ക്കുള്ളൊരു ഡോമിനേഷനായിരുന്നു. പിന്നെ ചിലരുടെ വിചാരമുണ്ട് അത് ശ്യാം ജോൺസണും രവീന്ദ്രനും മലയാളത്തിൽ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ശ്യാം ഔട്ടായതാണെന്ന്. അതൊരിക്കലും ശരിയല്ല. ഞാൻ ഈ പറഞ്ഞാണ് കാരണം. തെലുങ്ക് സിനിമയ്ക്കാർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇഷ്ടപ്പെട്ടിട്ട് CBI ഡയറി കുറിപ്പ്, ഓഗസ്റ്റ് 1, പിന്നെ ഐ വി ശശിയുടെ മിക്കവാറും എല്ലാ സിനിമകളിലും പാട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശ്യാമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടാണ് തെലുങ്കുകാർ കൊണ്ടുപോയത്. അങ്ങനെയാണ് ശ്യാമിനെ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ ശ്യാമിനെ നഷ്ടപ്പെടുന്നതിൻ്റെ അതേ കാലത്ത് തന്നെയാണ് നമുക്ക് ഉണ്ണിമേനോനെ മെല്ലെ മലയാളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഉണ്ണിമേനോന് ഏറ്റവും കൂടുതൽ ചാൻസസ് കൊടുത്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. ആ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏർലി 80s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടനല്ലാതെ
ആരെക്കൊണ്ടും പാടിപ്പിക്കാത്തൊരു കാലമായിരുന്നു. ജയേട്ടന് പോലും പാട്ടുകളില്ലാത്തൊരു കാലമായിരുന്നു. പിന്നെ ജയേട്ടൻ്റെ ഒരു ഭയങ്കര കംബാക്കാണ് മറ്റേ ഈ വൈദേഹി കാത്തിരുന്നാൾ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിൽ ഇളയരാജ പാട്ട് കൊടുത്തിട്ട് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി രാസാത്തി ഒന്ന്, അങ്ങനെയാണ് ജയേട്ടൻ്റെ തിരിച്ചുവരവ്. അപ്പോൾ ആ ഏർലി 80s എന്നൊക്കെ പറഞ്ഞാൽ ദാസേട്ടനല്ലാണ്ട് വേറെ ആരുമില്ല പാട്ട് പാടിക്കാൻ. അങ്ങനത്തെ കാലത്താണ് ശ്യാം ഉണ്ണിയേട്ടന് പാട്ട് കൊടുക്കുന്നത്. ജോൺസൺ മാഷ്ടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഭരതന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ. ഭരതൻ്റെ സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടാണ്. ഈ ചാമരം എന്ന് പറഞ്ഞ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ചാമരത്തിലെ പാട്ട് മ്യൂസിക് കൊടുത്തത് MG രാധാകൃഷ്ണനായിരുന്നു. പിന്നെ പാളങ്ങൾക്ക് ഭരതൻ മ്യൂസിക്കും ജോൺസനെ കൊണ്ടുപിടിപ്പിച്ചു. പിന്നെ പത്മരാജൻ കൂടെവിടയിൽ കൊടുത്തു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 1984 സിനിമ ഉണ്ട് സന്ദർഭം. അന്നത്തെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ. അന്ന് മൈ ഡിയർ കുട്ടിച്ചാത്തൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 1984 ഏറ്റവും വലിയ ഹിറ്റ് സിനിമ. ഇപ്പം നമ്മളതിനെ ഒരു ഫാമിലി മസാല എന്നൊക്കെ പറയും, ഒരു പൈങ്കിളി സിനിമ എന്ന് പറയും. അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ. അതിൽ ഭയങ്കര ചാർട്ട് ബസ്റ്റർ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. അത് ജോൺസൺ മാഷാണ് അതിന് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അത്രയും വലിയൊരു ഹിറ്റ് സോങ് ആണ് അത്. പിന്നെ ജോൺസൺ മാഷ് ONVയുമായിട്ട് ഇപ്പം നമ്മൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ ആകാശമാകെ എന്ന് പറഞ്ഞ പാട്ട് എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ ഒരു 80s മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ് അല്ലേ. ആ പാട്ടിൻ്റെ മൊത്തത്തിലൊരു ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് നമുക്ക് ആ പാട്ട് കേട്ട്. പിന്നെ പവിഴാതരം പോൽ അത്രയും ഒരു ഗ്രേറ്റ് സോങ് അല്ലേ. ONVയുടെ വരികളായാലും ജോൺസൻ്റെ മ്യൂസിക് ആയാലും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ തൂവാനത്തുമ്പികളുടെ പാട്ടുകൾ മ്യൂസിക് കൊടുത്തത് ജോൺസൺ അല്ല, പെരുമ്പാവൂർ G രവീന്ദ്രനാഥാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റിൽ ജോൺസൺ ആണ്. ഭയങ്കര ഫേമസ് ആണല്ലോ തൂവാനത്തുമ്പികളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കൂടെവിടയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഫേമസ് ആണ് ജോൺസൻ്റെ. അതിലെ പാട്ടുകളും ജോൺസൺ തന്നെ. പിന്നെ ഓഫ് കോഴ്സ് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവേട്ടം, വീണ്ടും ഭരതൻ സിനിമ, ONVയുടെ രചന, ജോൺസന്റെ മ്യൂസിക്. അതിൽ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കിയ, ഇങ്ങനെയുള്ള ജോൺസൺ ONVയിലെ 2 ഗ്രേറ്റ് മൂവീസാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവേട്ടം, 3 എന്ന് പറയാം കൂടെവിടെ. 3ലെ പാട്ടുകൾ അത്രയും ഫേമസ് ആണ്. എന്നിട്ട് പോലും പത്മരാജൻ ഇതിന് ശേഷം വീണ്ടും ഞാൻ ഗന്ധർവനിൽ ആദ്യം പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ONVയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ജോൺസൺ ഓഫ് കോഴ്സ് ജോൺസൺ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ONV പത്മരാജൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ജോൺസനെ മാറ്റണം. എന്തുകൊണ്ടാണ് ONV അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കൂടെവിടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവേട്ടം അത്രയും വലിയ ഹിറ്റ് സോങ്സ് ആണ്. പക്ഷെ വേറെ എന്തെങ്കിലും പുള്ളിക്ക് കുറച്ചും കൂടെ കെമിസ്ട്രി ഉള്ള, എനിക്ക് തോന്നുന്നു ബോംബെ രവിയെ വിളിക്ക് എന്നാ മറ്റോ പറഞ്ഞോണ്ട് പത്മരാജൻ പറഞ്ഞു വേണ്ട, ജോൺസനെ മാറ്റുന്ന പ്രശ്നമല്ല. അങ്ങനെ ONV അതിൽ നിന്ന് മാറി. ഇത് ഞാൻ ONVയെ ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല, ONVയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതല്ല, ജോൺസനെ എൻഡോസ് ചെയ്യുന്ന. അതായത് ഇപ്പൊ പത്മരാജനെ പോലുള്ള ഒരു ഡയറക്ടർ ജോൺസനെ എത്ര ഹൈ ആയിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ശ്യാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ജോൺസനെ കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയണം ജോൺസനെ കുറിച്ച്. അതായത് 80s പാട്ടാണ് നമ്മളിപ്പോൾ ജോൺസനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. 89 തങ്കത്തോണി, പിന്നെ ശ്യാമാംബരം, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, ഇത് 3ഉം 1989 സോങ്സ് ആണ്. ഇനി രവീന്ദ്രനെ കുറിച്ച് പറയണം. 1980s ത്രിമൂർത്തികളിൽ ശ്യാം, ജോൺസൺ, രവീന്ദ്രനിൽ ശ്യാമിനെയും ജോൺസനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രവീന്ദ്രൻ 1977 വന്നത്. ചൂള എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്തിട്ടാണ്. അതിന് മുമ്പ് രവീന്ദ്രൻ മാഷെ കുറിച്ചുള്ള വലിയൊരു കഥ ഉണ്ട്. പുള്ളി ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടാണ് ചെന്നൈയിൽ കുറേ നാൾ ജീവിച്ചു കൊണ്ടിരുന്നത്. പാട്ടുകാരനാവാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയ ആളാണ്, അന്ന് മദ്രാസിൽ പോയ ആളാണ്. പുള്ളിയുടെ ഡ്രീമായിരുന്നു. അതിന് അന്നത്തെ സംഗീത സംവിധായകരെ ഇൻക്ലൂഡിങ് ദേവരാജൻ മാസ്റ്റർ ഒക്കെ പോയി കാണുന്നുണ്ടായി.
പക്ഷെ ആരും അങ്ങനെ ചാൻസ് ഒന്നും കൊടുത്തില്ല. അപ്പം അങ്ങനെ മെല്ലെ ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു. അതിനിടയിൽ കുറച്ച് നാൾ ഗൾഫിൽ പോയി ജീവിക്കണ്ടേ. അങ്ങനെ ഗൾഫിൽ പോയി തിരിച്ചു വന്നു ഒരു mid-70s കാലത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ 1977 ദാസേട്ടനാണ്, ശശികുമാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ഡയറക്ടർ, 100-ലധികം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, അത് IV ശശിയേക്കാൾ കൂടുതൽ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മലയാളി ഡയറക്ടർ ശശികുമാറിൻ്റെ ചൂള എന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞാന്ന് എത്ര കാലം ഇങ്ങനെ പാടാൻ വേണ്ടി അവസരം നോക്കിയിരിക്കണം, ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് രംഗത്ത് വരുന്നത് ചൂള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി. ഈ രവീന്ദ്രൻ മാഷുടെ മ്യൂസിക്കൽ ഒരു കരിയർ എടുത്തു കഴിയണമെന്നുണ്ട് വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നത് ആ ഒരു രണ്ടാമത്തെ ഒരു ഫേസ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സെമി ക്ലാസിക്കൽ സോങ്സിൻ്റെ പ്രമദവനവും അങ്ങനത്തെ പാട്ടുകളൊക്കെ. പക്ഷെ എനിക്ക് നേരെ മറിച്ചാണ് രവീന്ദ്രൻ മാഷിൻ്റെ ആദ്യ കാലഘട്ടം. ഇപ്പം ഞാനീ പറഞ്ഞ ചൂളയിലെ പാട്ട് താരകെ മെഴിതളിൽ കണ്ണീരുമായി, അതിലും ഈ ദാസേട്ടൻ്റെ ഒരു പാടുന്ന ശൈലി ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ സെമി ക്ലാസിക്കൽ അല്ലാന്ന് മാത്രം. പിന്നെ ആ ഏർലി 80s ചില പാട്ടുകളുണ്ട്. ഇപ്പം ഇടവ കായലിൻ അയൽക്കാരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൂവച്ചൽ ഖാദറിൻ്റെ വരികളിൽ ബ്യൂട്ടിഫുൾ സോങ് ആണ്. പിന്നെ പാതിര കാറ്റു വന്നു കരളിതളിൽ മിഴിയുമായി എന്ന് പറഞ്ഞിട്ട്, അത് മഴനിലാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് തേനും വയമ്പും. എൻ്റെ അഭിപ്രായത്തിൽ ഈ രവീന്ദ്രൻ മാഷിൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞാൽ തേനും വയമ്പിലെ 3 പാട്ടുകൾ എന്ന് വെച്ചാൽ, ഒന്ന് ഓഫ് കോഴ്സ് തേനും വയമ്പും, അത് ദാസേട്ടനും പാടിയിട്ടുണ്ട്, ജാനകി അമ്മയും പാടിയിട്ടുണ്ട്. പിന്നെ ഒറ്റക്കമ്പി നാദം, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ്സ് ആണിത് രവീന്ദ്രൻ മാഷിൻ്റെ. പിന്നെ അതിലൊരു പാട്ടുകളും കൂടെ ഉണ്ട്, അതൊരു അണ്ടർ റേറ്റഡ് ജെമ്മാണ്, 3ാമത്തെ പാട്ട്. അതൊന്ന് കേട്ട് നോക്കണം കേട്ടോ, ഇനി യൂട്യൂബിൽ അടിച്ചിട്ട്. മനസ്സൊരു കോവിൽ അതിനൊരു വാതിൽ അതു നീ തുറക്കൂ സമക്ഷം സദയം എന്നും പറഞ്ഞിട്ടൊരു പാട്ട്. അത് ഈ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ബിച്ചു തിരുമലയാണ്. രവീന്ദ്രൻ മാഷ് ബിച്ചു തിരുമല ഒരു ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈക്വലി ഗുഡാണ് ഈ 3 പാട്ടുകളും. പക്ഷെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒറ്റക്കമ്പി നാദവും തേനും വയമ്പുമാണ്. പക്ഷെ ഈ മനസ്സൊരു കോവിൽ അതിനൊരു വാതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് നെടുമുടി വേണും സുമലതയാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് സുഗമോ ദേവി ഗ്രേറ്റ് സോങ്സ് ആണ്. പിന്നെ ചിരിയോ ചിരി, അതിൽ അറിയാലോ, സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു, ദാസേട്ടനും ജയേട്ടനും കൂടെ ഒരുമിച്ച് പാടിയിട്ടുള്ള പാട്ടാണ്. പിന്നെ അതിലെ 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഇത്രയും കാലം വരെ എനിക്ക് രവീന്ദ്രൻ മാഷ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി, അതായത് ഈ സെമി ക്ലാസിക്കൽ പാട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് അതൊരു നാച്ചുറലി വരുന്നതല്ല, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി പിന്നെ ദാസേട്ടനെ കൊണ്ട് മാത്രം പാടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകൾ അങ്ങനെ. പക്ഷേ എനിവേ ഹി വാസ് വെരി സക്സസ്ഫുൾ. അതിൽ പല ആൾക്കാർക്കും രവീന്ദ്രൻ മാഷ് ഏറ്റവും ഇഷ്ടം അങ്ങനത്തെ പാട്ടുകളാണ്. ഞാനൊരു സംഗീതം പഠിക്കാത്ത ആളൊക്കെ ആയ കാരണം കൊണ്ട് എനിക്കത് ആസ്വദിക്കാൻ പറ്റാത്തതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാട്ടിഷ്ടം വളരെ വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകളാണ്. ഈ സ്മരണാഞ്ജലികൾ പോലുള്ള ഷോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ള സെലിബ്രിറ്റീസിന് ഫോക്കസ് കൊടുക്കാണ്ട് നമ്മുടെ ദോഹയിലുള്ള കലാകാരന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിലെ ചിന്ത എന്താണ്? അത് അങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ്, സ്മരണാഞ്ജലിയുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അതായത് ഒരു പാട്ടിൻ്റെ, അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചത് മുഴുവൻ ആ പാട്ടിൻ്റെ സൃഷ്ടാക്കളെ കുറിച്ചാണ്. ഒരു പാട്ടിൻ്റെ സൃഷ്ടാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗാനരചയിതാവും സംഗീത സംവിധായകനുമാണ്. അപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാനൊരു 80 അല്ലെങ്കിൽ 90% ഞാൻ സംഗീത സംവിധായകനും ലിറിക്കിസ്റ്റിനുമാണ് കൊടുക്കുക. അത് എത്ര ഗ്രേറ്റ് സിംഗേഴ്സ് ആയാലും സിംഗറിന് 3ാം സ്ഥാനം തന്നെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്നാലോ പലപ്പോഴും ഒരു പാട്ട് അത് എത്ര വലിയ ചാർട്ട് ബസ്റ്റർ ആണെങ്കിൽ പോലും ആ പാട്ടിൻ്റെ ഗാനരചയിതാവ് ആരാ, സംഗീത സംവിധായകൻ ആരാണെന്ന് ഒരു 90% ആൾക്കാർക്കും അറിയില്ല. അറിയാൻ അവർ ശ്രമിക്കാറുമില്ല. മാക്സിമം ദാസേട്ടൻ്റെ പാട്ട്, ചിത്ര ചേച്ചിയുടെ പാട്ട് അല്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സൃഷ്ടാക്കൾ ആയിട്ടുള്ള ഗാനരചയിതാക്കളെയും സംഗീത സംവിധായകരെയും പരിചയപ്പെടുത്തുക, പാട്ടാസ്വാദകർക്ക് പരിചയപ്പെടുത്തുക. അപ്പോൾ ഒരു ഭാഗത്ത് മലയാളത്തിലെ അനശ്വരമായ പാട്ടുകൾ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്കും ഒക്കെ നമ്മളുടെ ആ തലമുറയിലുള്ളവർക്കും ഒക്കെ കൊടുക്കുക, കേട്ടവരെ വീണ്ടും കേൾപ്പിക്കുക. അത് വിദ്യാധരൻ മാഷ് ഒരിക്കലും ഉപയോഗിച്ചാണ് ഞങ്ങളുടെ പരിപാടി കണ്ടിട്ട്. കേൾക്കാത്തവരെ കേൾപ്പിക്കുകയും കേട്ടവരെ വീണ്ടും കേൾപ്പിക്കുകയും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഗ്രേറ്റ് സോങ്സ് കേൾപ്പിക്കുക, കേൾക്കാത്തവരെ കേൾപ്പിക്കുക, കേട്ടവരെ വീണ്ടും കേൾപ്പിക്കുക. അതോടൊപ്പം ആ മഹാഗാനങ്ങൾ നമുക്ക് നൽകിയ മഹാപ്രതിഭകളെ, അതായത് അതിൻ്റെ ഗാനരചയിതാക്കളെയും സംഗീത സംവിധായകരെ ഈ ഗാനാസ്വാദകർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള അത് തന്നെയാണ് സ്മരണാഞ്ജലിയുടെ പ്രോബബ്ലി ദ വൺ ആൻഡ് ഓൺലി ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവിൽ നിന്നുണ്ടാവുന്ന ഒരു സബ് ഒബ്ജക്റ്റീവാണ് ഈ പറഞ്ഞ ഇവിടുത്തെ പാട്ടുകാരെ കൊണ്ട് തന്നെ പാടിപ്പിക്കുക എന്നുള്ളത്. ഇപ്പം ഈ ഒരു ഒബ്ജക്റ്റീവ്, അതായത് ഗാനരചയിതാവിനെയും സംഗീത സംവിധായകനെയും നമ്മൾക്ക് പരിചയപ്പെടുത്തണം എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി സിംഗർ ഹൂഎവർ ഇറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു. ഇപ്പോൾ സ്മരണാഞ്ജലി ഇത്രയും നന്നായിട്ട് നമ്മൾ നടത്തുമ്പോൾ ഒരു പാട്ടുകാരനൊക്കെ കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും അല്ലേ? പക്ഷെ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താ? ഒരു സെലിബ്രിറ്റി സിംഗറാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ആ സെലിബ്രിറ്റി സിംഗറുടെ പ്രോഗ്രാമായിട്ട് അറിയപ്പെടും. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് നഷ്ടപ്പെട്ടില്ലേ? സേ ഫോർ എക്സാമ്പിൾ നമുക്ക് വയലാറിനെയും ഭാസ്കരൻ മാസ്റ്ററേയും പരിചയപ്പെടുത്തണം ഗാനാസ്വാദകർക്ക്, ദേവരാജൻ മാസ്റ്ററേയും ബാബുക്കായെയും പരിചയപ്പെടുത്തണം. ഓരോ പാട്ടിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതാണ്, ഇതിൻ്റെ യഥാർത്ഥ സൃഷ്ടാക്കളെ. പക്ഷേ ഈ പരിപാടിക്ക് നമ്മൾ ഒരു സെലിബ്രിറ്റി സിംഗറിനെ കൊണ്ടുവന്ന് അവർ പാടുമ്പോൾ ആ പ്രോഗ്രാം അവരുടെ പ്രോഗ്രാമായിട്ട് മാറും. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് പോയി ഇത് ആ എക്സ് എന്ന് പറഞ്ഞ സിംഗറുടെ പരിപാടിയായിട്ട് മാറും. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെ അതിൽ പോയി എന്നുള്ളതാണ്. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ നടത്തുന്ന പോലെ ആ പരിപാടി നടത്താൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഈ നടത്തുന്ന പോലെ നടത്തിയിട്ട് ഇത് ആർഗ്യുബിളി ദോഹയിലെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക്കൽ പ്രോഗ്രാമായിട്ട് മാറില്ല. ഞാനൊരു പ്രൊഫഷണൽ പ്രോഗ്രാമായിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷെ ദോഹയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് അതെ. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി സെലിബ്രിറ്റി സിംഗേഴ്സ് അല്ലാതെ ഇവിടുത്തെ സിംഗേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്കും അതൊരു വലിയൊരു വേദി കിട്ടണം അല്ലേ? അങ്ങനെ നമുക്ക് എത്രയോ പാട്ടുകാരെ നമുക്ക് ഇപ്പം ശിവപ്രിയക്കുട്ടി ഇപ്പം നമ്മളെ സ്മരണാഞ്ജലിയിൽ വന്നില്ലെങ്കിലും ശിവപ്രിയക്കുട്ടി ഈസ് ഡെസ്റ്റിൻ ഫോർ ഗ്രേറ്റ്നെസ്. ഐഡിയ അല്ല, ഇപ്പോൾ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറാണ്. SS10 എന്നാണ് അതിന് പറയാന്ന്. എൻ്റെ അടുത്ത് സുരേഷ് പറഞ്ഞിട്ടാണ് ഞാനത് മനസ്സിലാക്കി. ഞാൻ അത് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്ന ആ സ്റ്റുഡിയോയുടെ വളരെ അടുത്താണ്, 5 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഇപ്പം ഞങ്ങൾ പാടിച്ചില്ലെങ്കിലും ശിവപ്രിയക്കുട്ടി ഈസ് ഡെസ്റ്റിൻ ഫോർ ഗ്രേറ്റ്നെസ്. ഇനിയും അങ്ങനെ ഗ്രേറ്റ്നെസ്സിലോട്ട് പോകട്ടെ. പക്ഷെ ശിവപ്രിയക്കുട്ടിയും മൈഥിലിക്കുട്ടിയും അവരുടെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ എത്രമാത്രം പഴയ പാട്ടുകൾ പാടി, ആ ഭാഗ്യം ചിലപ്പോൾ ആർഗ്യുബിളി മറ്റ് ഒരു ഗായികയ്ക്കും കേരളത്തിൽ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. സ്റ്റാർ സിംഗറിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ചില പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് പഠിപ്പിച്ച് പാടിപ്പിക്കുകയാണ്. നേരെ മറിച്ച് ഈ പിള്ളേർക്ക് ശിവപ്രിയക്കുട്ടിയുടെ അടുത്ത് ഇപ്പം ഞാൻ എല്ലാവരും ചൊല്ലണം എന്ന് പറഞ്ഞ പാട്ട് പാടാൻ കൊടുക്കുമ്പോൾ 3-4 മണിക്കൂർ കൊണ്ട് അത് പഠിച്ച് പാടും എന്നുള്ളതാണ്. എന്ത് പാട്ടാന്നുള്ള ആലോചിക്കണം. ശിവപ്രിയക്കുട്ടിയുടെ അച്ഛനും അമ്മയല്ല, മുത്തശ്ശിമാര് പോലും ജനിച്ചിട്ടുണ്ടാവില്ല നീലക്കുയിലിലെ പാട്ടിറങ്ങുന്ന കാലത്ത്. അത്രയും ഒരു കമ്മിറ്റഡ്, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള 2 പിള്ളേരാണ്. അപ്പോൾ അങ്ങനത്തെ 2 പിള്ളേരെ കൂടുതൽ ദോഹയ്ക്ക് പരിചയപ്പെടുത്താനും അവരിത്രയും നല്ല ഗായികമാരാണ് എന്ന് മനസ്സിലായി. മൈഥിലി പാടുന്ന ആ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, മൈഥിലിയുടെ ആ റെൻഡറിങ്ങിലുള്ള ഒരു സെൻസിറ്റിവിറ്റി, അതൊക്കെ നന്നായിട്ട് നമുക്ക് മുതലെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വീണ പാടും വീണമായി, അതൊക്കെ ഞാൻ മൈഥിലിക്കുട്ടിയെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത്. സ്വർണ്ണമുഖിലെ നമ്മൾ ജോൺസനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു പാട്ടായിരുന്നു കേട്ടോ, സ്വർണ്ണമുഖിലെ. അത് എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ. അതായത് ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, ജോൺസന്റെ മ്യൂസിക്, പാടിയിട്ടുള്ളത് ജാനകി അമ്മ പാടുമ്പോൾ അറിയാലോ ആ ഭാവം കൊടുക്കുന്നത്.
ആ പാട്ട് നമ്മുടെ മൈത്രിക്കുട്ടി നമ്മുടെ വേദിയിൽ പാടിയിട്ടുണ്ട്. ഉണരൂ വേഗം നീ സുമറാണി ഒക്കെ പാടി. അതേപോലെ ശിവപ്രിയക്കുട്ടി മൈനാകം കടലിൽ നിന്ന് ഉയരുന്നു പാടിയിട്ടുണ്ട്. രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല, ആ പാട്ടിനെ കുറിച്ച് അറിയാലോ, അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് അതൊരു ഒരു സെക്സ് വർക്കറുടെ കഥയാണ് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പാട്ട് പാടാൻ തന്നെ ചിലപ്പോൾ ചിലർക്ക് ഒരു മടി ഉണ്ടാവും. അത് ശിവപ്രിയക്കുട്ടിക്ക് പാടിയിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട്, അതിനെക്കുറിച്ച് നമ്മുടെ ജയരാജേട്ടൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. എന്തൊരു റെൻഡറിങ് ആണെന്ന് പറഞ്ഞിട്ട്, അത്രയും ഒരു ബ്യൂട്ടിഫുൾ. ആ പാട്ടിൻ്റെ മ്യൂസിക് A.T. ഉമ്മർക്കാണ് കേട്ടോ. നമ്മൾ A.T. ഉമ്മർക്കായെ കുറിച്ച് നമ്മൾ ഒന്നും പറഞ്ഞല്ലോ. A.T. ഉമ്മർക്ക ഒരു ഭയങ്കര എക്സോട്ടിക് മെലഡീസ് തന്നിട്ടുള്ള ഒരാളാണ്. രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല, അതിനെക്കുറിച്ച് പിന്നെ ഒരു ആരോപണം ഉണ്ട് ഹിന്ദിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ബേസിക്കലി അത് IV ശശി നിർബന്ധിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ലിഫ്റ്റ് ചെയ്യേണ്ട പാട്ടുകളൊന്നും വേണ്ട A.T. ഉമ്മർക്ക്. അതേ സിനിമയിൽ തന്നെ ഒരു അന്തരിന്ദ്രിയ ദാഹങ്ങൾ അസുലഭമോഹങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ വാഗപ്പൂ മരം ചൂടും വാരിളമ്പും കുലക്കൊള്ളിൽ അനുഭവം എന്ന് പറഞ്ഞ IV ശശിയുടെ ഒരു സിനിമയിൽ വീണ്ടും ബിച്ചു തിരുമല A.T. ഉമ്മർക്ക. സുഖവാസ മന്ദിരം ഞാൻ പണിഞ്ഞു, സുമശയ്യ പനിനീരിൽ അലങ്കരിച്ചു. പിന്നെ അത് ബിച്ചു തിരുമല A.T. ഉമ്മർക്ക കോമ്പിനേഷൻ. പിന്നെ പൂവച്ചൽ ഖാദറിൻ്റെ വരികളിൽ A.T. ഉമ്മർക്ക കൊടുത്തിട്ടുള്ളൊരു പാട്ടുണ്ട്, സ്വയംവരത്തിന് പന്തലൊരുക്ക നമുക്ക് നീലാകാശം. അങ്ങനെ കുറേ എക്സോട്ടിക് ബ്യൂട്ടിഫുൾ സോങ്സ് തന്നിട്ടുള്ളതാണ്. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പും പന്തലൊരുക്കി, ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ A.T. ഉമ്മർക്ക തന്നിട്ടുള്ള പാട്ട്. അപ്പോൾ A.T. ഉമ്മർക്ക 70s തുടങ്ങി 80s കൂടെ ഉണ്ടായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. നമ്മൾ പറയാനെന്താ കാരണം, ശിവപ്രിയക്കുട്ടി രാഗേന്ദു കിരണങ്ങൾ പാടിയത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സ്മരണാഞ്ജലി സീസൺ 4 അർജുനൻ മാസ്റ്ററുടെ ഒരു പാട്ടുണ്ട്, മൈലാഞ്ചിക്കാട്ടിൽ പാടിപ്പറന്നു വരും മണിവർണ്ണ പൊന്മാനെ. അത് അവർ രണ്ടുപേരെയും കൊണ്ട് പാടിപ്പിച്ചല്ലേ. അപ്പോൾ അങ്ങനെ സ്മരണാഞ്ജലിയുടെ ഒരു ഇത് ഇവരുടെ ടാലൻസ് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റിയാസ് ഓഫ് കോഴ്സ് ഈസ് എ വണ്ടർഫുൾ സിംഗർ. മണികണ്ഠദാസ്, അജ്മലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അജ്മൽ ഈസ് എ ഗ്രേറ്റ് സിംഗർ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് നമുക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റി. പക്ഷെ നമ്മളെ പ്രൈമറി ഒബ്ജക്റ്റീവ് അതിൻ്റെ സൃഷ്ടാക്കളെ ഇവിടുത്തെ ഗാനാസ്വാദകർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സ്മരണാഞ്ജലി സീസൺ 5 മുതൽ നമ്മൾ ഇൻഡിവിജ്വൽ ട്രിബ്യൂട്ട്സ് തുടങ്ങുകയാണ്. ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു കാലഘട്ടം പറഞ്ഞിങ്ങനെ പോയി, കുറേ പേർക്ക് ഒരുമിച്ച് ട്രിബ്യൂട്ട്സ് കൊടുത്ത്. ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ട്രിബ്യൂട്ട്സ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള 6 ആൾക്കാർ, ആ 6 പേർക്കും കൂടെ ട്രിബ്യൂട്ട്സ് കൊടുക്കണം ഇവിടുന്ന് പോകുന്നതിൻ്റെ മുമ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അത് തുടങ്ങുന്നത് ദേവരാജൻ മാസ്റ്റർ വെച്ചിട്ടാണ്. ദേവരാജൻ മാസ്റ്റർക്ക് മാത്രമുള്ള ട്രിബ്യൂട്ട്സ് ആയിരിക്കും സ്മരണാഞ്ജലി സീസൺ 5. ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് പലർക്കും അറിയാത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറയാം. ഹരിവരാസനം നമ്മളെ ലോകം കണ്ട ഏറ്റവും വലിയ അയ്യപ്പ ഭക്തി ഗാനം, ഒരു സംശയമല്ലല്ലോ. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാ? എന്നുവെച്ചാൽ അതിൻ്റെ ലിറിക്സ് ട്രഡീഷണൽ ലിറിക്സ് ആണ്, വയലാറല്ല. ആ പാട്ട് സിനിമയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിലെ വേറെ ദാസേട്ടൻ തന്നെ അതിലെ വേറെ ഗ്രേറ്റ് സോങ്സ് വയലാർ എഴുതിയിട്ടുണ്ട്. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, അത് വയലാർ എഴുതിയിട്ടുള്ളതാണ്. ശബരിമലയിൽ തങ്ക സൂര്യോദയം, അതും വയലാർ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ 10-15 പാട്ടുകളുണ്ട്. എല്ലാറ്റിനും മ്യൂസിക് കൊടുത്തിട്ടുള്ളത് ദേവരാജൻ മാസ്റ്ററാണ്. പക്ഷെ അതിൽ വയലാറും എഴുതിയിട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുണ്ട്, ട്രഡീഷണൽ പാട്ടുമുണ്ട്. ഹരിവരാസനം ഒരു ട്രഡീഷണൽ സോങ് ആണ്. അതിൻ്റെ ഗാനരചയിതാവ് ആരാന്നറിയില്ല, പണ്ട് മുതലേ പാടി നടക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അതിനെ സിനിമയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഒരു മ്യൂസിക്, ആ മ്യൂസിക് ഉണ്ടാക്കിയിട്ടുള്ളത് ദ ഗ്രേറ്റ് ദേവരാജൻ മാസ്റ്ററാണ്. പലർക്കും അറിയാത്തൊരു കാര്യം, ഈ ഹരിവരാസനം എന്ന് പറഞ്ഞ പാട്ട് ഇത് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ദാസേട്ടനായിരിക്കും അല്ലേ വരിക. ദാസേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. പക്ഷെ ഞാനത് SPB പാടിയിട്ടുണ്ട് ആ പാട്ട്. അതില്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്ക് കേട്ടോ യൂട്യൂബിൽ. എന്നുവെച്ചാൽ അതിനിപ്പോൾ അത് മേ ബി അത് തെലുങ്ക് തമിഴ് ഓഡിയൻസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും SPB പാടിയിട്ടുണ്ടാവാം.
പക്ഷെ പാട്ട് സെയിമാണ്, കാരണം അത് സംസ്കൃതമാണ് അതിൻ്റെ വരികൾ. അപ്പോൾ ദാസേട്ടൻ പാടിയ വരികളും SPB പാടിയ വരികളും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെൻഡറിങ്, രണ്ട് ഗ്രേറ്റ് സിംഗേഴ്സ്, രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെൻഡറിങ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഹരിവരാസനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദാസേട്ടനല്ല വരിക, ദേവരാജൻ മാസ്റ്ററാണ്. മനസ്സിലായോ? ദ ക്രിയേറ്റർ, ദേവരാജൻ മാസ്റ്റർ ഉണ്ടാക്കിയ മ്യൂസിക്കിലാണ് ഹരിവരാസനം എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ കേൾക്കുന്നത്. പിന്നെ കണി കാണും നേരം കമലനേത്രൻ്റെ നമ്മൾ ഓരോ വിഷുവും നമ്മൾ തുടങ്ങുന്നത് ഈ പാട്ട് കേട്ടിട്ടല്ലേ. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാ? ദേവരാജൻ മാസ്റ്റർ. വീണ്ടും ട്രഡീഷണൽ വരികളാണ്. ആരാ എഴുതിയതെന്നുള്ള അറിയില്ല. P. ലീലാമ്മയാണ് അത് പാടിയിട്ടുള്ളത്. ദേവരാജൻ മാസ്റ്ററാണ് അതിൻ്റെ മ്യൂസിക്. പിന്നെ പാടിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് അത് സിനിമയിൽ P. ലീലാമ്മയാണ് പാടിയത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ദേവരാജൻ മാസ്റ്ററാണ്. പിന്നെ ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി, അത് അടിമകൾ എന്ന് പറഞ്ഞ സിനിമയിൽ വീണ്ടും വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഇതല്ലേ ഭക്തിഗാനം, അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്ന ഭക്തിഗാനം. ഈ വരികൾ, ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ നേരത്തെ ഒരു അയൽക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവല് പറഞ്ഞില്ലേ, അതില് പത്മനാഭപിള്ളയുടെ സഹോദരിമാര്, ഏറ്റവും ചെറിയ സഹോദരി സുമതി അമ്മ അന്ന് പ്രാർത്ഥനാഗാനായിട്ട് പാടുന്ന അത് ആ നോവലിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അതെ എല്ലാവരും ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് അല്ലെങ്കിൽ അതിൻ്റെ കവിത അന്ന് വായിക്കുന്നത് അതിലാണ്. പ്രോബബ്ലി ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ്, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടാവുക അതിന് ശേഷമായിരിക്കും. അല്ല, സിനിമയിൽ ഇത് ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഇത് ഒരു ഭക്തിഗാനം, അത്രയും ഫേമസ് ആയിട്ടുള്ള ഇത് പലരും ഇതിന് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ചിത്രചേച്ചി അടക്കം ഒരുപാട് ഗായികമാരിത് പാടിയിട്ടുണ്ട് പലതരം മ്യൂസിക്കുകളിൽ. പക്ഷെ അതിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുള്ള ഈ പാട്ടിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ മ്യൂസിക് 1980 ചാകര എന്ന് പറഞ്ഞൊരു സിനിമയിൽ ജയൻ മരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ജയൻ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അതിൽ ടൈറ്റിൽ കാർഡ്സ് കാണിക്കുമ്പോൾ തന്നെ, അതായത് ആദ്യത്തെ 3 മിനിറ്റിൽ തന്നെ ഈ പാട്ട് വരുന്നുണ്ട് പ്രാർത്ഥനാഗാനായിട്ട്. ഒന്ന് കേൾക്കണം കേട്ടോ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ, അതിന് ദേവരാജൻ മാസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ട്. അത് വേറൊരു ലെവലാണ്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഭക്തിഗാനം ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏറ്റവും പ്രശസ്തമായ മലയാളം ക്രിസ്തീയ ഭക്തിഗാനം നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നദി എന്ന് പറഞ്ഞ സിനിമയിൽ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ചില ഇശലുകൾ, 14 രാവുദിച്ചത് മാനത്തോ, കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, കല്ലായിപ്പുഴയൊരു മണവാട്ടി, ഇതൊക്കെ ദേവരാജൻ മാസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ദേവരാജൻ മാസ്റ്റർക്കുള്ള ട്രിബ്യൂട്ട്സ് ആണ് സ്മരണാഞ്ജലി സീസൺ 5. സ്മരണാഞ്ജലിയുടെ ആ ഷോൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അതോടൊപ്പം തന്നെ സ്മരണാഞ്ജലി പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? സ്മരണാഞ്ജലി സ്റ്റാർട്ട് ചെയ്തത് 2023 ഫെബ്രുവരിയിലാണ് നമ്മൾ സീസൺ 1 തുടങ്ങുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗ്രാമഫോൺ ഖത്തർ രൂപീകരിക്കപ്പെടുന്നത് 2022 നവംബർ ഡിസംബറിൽ വേൾഡ് കപ്പ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ആ കാലത്താണ്, വേൾഡ് കപ്പിലെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് 2022 നവംബർ ഡിസംബർ മാസത്തിലായിട്ടാണ് ഞങ്ങളൊരു 6 പേര് കൂടെ ഗ്രാമഫോൺ ഖത്തർ രൂപീകരിക്കുന്നത്. 5 പേര് തുടങ്ങി, പിന്നെ ഇപ്പോൾ ഒരു 7-8 പേരെന്ന് പറയാം. അതാണ് ഗ്രാമഫോൺ ഖത്തറിൻ്റെ ഒരു ഇത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രിക്കേഴ്സർ രൂപം ഞാൻ 2005-നും 2008-നും ഇടയ്ക്കിന് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതൊരു 100 പേര് 125 പേരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇൻഫോർമൽ പരിപാടി. അതിൽ ഇതേപോലത്തെ ദോഹയിലെ അന്നത്തെ കുറേ അമച്ചർ പാട്ടുകാരെ വെച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ തന്നെ ഈ ഒരു ടെംപ്ലേറ്റിൽ, പക്ഷെ ഇത്രയും ഒരു ഇതായിട്ട് ഫൈൻ ട്യൂൺഡ് ആയിട്ടല്ല, അങ്ങനെ ചെയ്തിരുന്നു 2005-നും 2008-നും ഇടയ്ക്ക്. ഒരു 3-4 പരിപാടികൾ അങ്ങനെ നടത്തിയിരുന്നു. ഓരോ പരിപാടികളും അന്ന് ഇങ്ങനെ ഇപ്പോൾ 2005 രവീന്ദ്രൻ മാഷ് മരിച്ചു. അപ്പോൾ 2006 ചെയ്ത പരിപാടി രവീന്ദ്രൻ മാസ്റ്റർക്കുള്ള ഒരു ട്രിബ്യൂട്ട്സ് ആയിരുന്നു. 2006 ദേവരാജൻ മാസ്റ്റർ മരിച്ചു. അപ്പോൾ 2007 ദേവരാജൻ മാസ്റ്റർക്കുള്ള ട്രിബ്യൂട്ട്സ്. അങ്ങനെയായിരുന്നു അത് ചെയ്തത്. ഓരോ പരിപാടിക്കും ഒരു എക്സോട്ടിക് പേര് കൊടുക്കുമായിരുന്നു. പ്രയാണം, മർമ്മരം, സദയം, സുഹൃതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് 4 പരിപാടികൾ ചെയ്തത്.
പക്ഷെ 2008 ശേഷം പിന്നെ 14-15 വർഷം അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. 2010 മുതലൊക്കെ ഞാൻ കുറേ കൂടെ തിരക്കിലോട്ട് പോയി. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റായി 10 വർഷം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് കുറേ അങ്ങ് പോയി. പിന്നെ 2022 മെല്ലെ അത് അങ്ങനെ വരാനുള്ളൊരു കാരണം, ഒരു TGPA എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സംഘടന, താന്യം ഗ്രാമപഞ്ചായത്ത്, അത് ഈ തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയിലുള്ള ചില സബ് ബ്രാഞ്ച്, അവരവരുടെ 10ാമത്തെയോ മറ്റോ ഒരു ആനിവേഴ്സറിക്ക് ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു, മുഖ്യ അതിഥിയായിട്ട്. അത് 2022 മെയ്യിലാണ്. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ മുഖ്യാതിഥിയാകുമ്പോൾ മുഖ്യപ്രഭാഷണം നടത്തണ്ടേ. അപ്പോൾ ഞാൻ മുഖ്യപ്രഭാഷണം ഒരു 15 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ അതിൽ അന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. അതായത് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വിഷമമുണ്ടല്ലോ, നമ്മുടെ സന്ദേഹങ്ങൾ, നമ്മുടെ വിഷമങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു. അത് നമ്മുടെ ഒരു വിഷമമാണ്. അപ്പം അങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രസംഗം ചെയ്തിട്ട് ഞാൻ സീറ്റിലിരുന്ന സമയത്ത് അന്നത്തെ ഓഡിയൻസിലുണ്ടായിരുന്ന ഒരാൾ ബാക്കിൽ നിന്ന്, ഡോക്ടർക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമല്ല, ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പാട്ടുകാരനല്ല, ഞാനൊരു ബാത്റൂം സിംഗർ പോലും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർബന്ധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളും കൂടെ പാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാടാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആദ്യം പുള്ളി എന്നെ പറഞ്ഞു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, അതാണ് അപ്പോൾ ആദ്യമായിട്ട് അന്ന് അവിടെ പാടിയത്. അപ്പോൾ ശരിക്ക് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ കടന്നൽക്കൂടിന് കല്ലെടുത്തെറിഞ്ഞ പോലെ, അതായത് കഴിഞ്ഞ 14-15 വർഷമായിട്ട് ഞാനിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം ഒരു കല്ലെടുത്തെറിഞ്ഞ പോലായി. പിന്നെ അവിടെ ഞങ്ങൾ ഈ എല്ലാവരും ചൊല്ലണം, നാളികേരത്തിൻ്റെ നാട്ടിൽ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവാക്കി, ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ ഇങ്ങനെ പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് പാടിയപ്പോൾ അവരെല്ലാവരും എൻജോയ് ചെയ്തു, എല്ലാവരും കൂടെ പാടി. അപ്പോൾ അവർ പെട്ടെന്ന് അവിടെ പ്രഖ്യാപിക്കും, നമുക്ക് ഡോക്ടറായിട്ട് ഒരു മെഹഫിൽ വെക്കണമെന്ന്. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് അവരത് വെച്ചു. അത് മെഹഫിലൊന്നും ആയിരുന്നില്ല, ഒരു 150 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ 15 വർഷം മുമ്പ് ഞാൻ ചെയ്ത പോലത്തെ ഒരു പരിപാടിയായിരുന്നു. എന്നാൽ ഞാൻ ഓർഗനൈസർ അല്ല, ഓർഗനൈസറുടെ ഭാരം എനിക്കില്ല. ഓർഗനൈസറുടെ ഭാരം ഇല്ലാച്ചെങ്കിൽ ദിസ് ഇസ് എ വെരി ഈസി തിങ് ടു ഡു ഫോർ മീ. അപ്പോൾ ഇതിൽ ഓർഗനൈസറുടെ ഭാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അന്ന് നടന്നു. 125 ആൾക്കാരൊക്കെ പങ്കെടുത്തൊരു പരിപാടി. അന്ന് ആ പരിപാടിയിൽ ശിവപ്രിയക്കുട്ടി പാടിയിരുന്നു. അപ്പോൾ സുരേഷും മഞ്ജും അവിടെ വന്നിരുന്നു. അപ്പോൾ സുരേഷ് വിറ്റ്നസ്ഡ് ഇറ്റ്. അതേസമയം റഷാദ് ഖുറൈഷി പാടിയിരുന്നു. അപ്പോൾ പുള്ളി അത് വിറ്റ്നസ് ചെയ്തു. പിന്നെ ഒരു മുഹമ്മദ് ഉസ്മാൻ ഞങ്ങളുടെ ഇതിൽ പാടുന്ന പുള്ളി അത് കണ്ടിരുന്നു. പിന്നെ ഒരു താടി വെച്ച ഒരാളെ കണ്ടിട്ടില്ലേ, ഒരു ഷംസുക്ക എന്നും പറഞ്ഞിട്ട്. ഈസ് ബേസിക്കലി എ പെയിൻറ്റർ, ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ്. പഴയ പാട്ടുകളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. ഖത്തറിൽ എന്നെക്കാളും വലിയൊരു ദേവരാജൻ മാസ്റ്റർ ഫാൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷംസുക്ക ആയിരിക്കും. പക്ഷേ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല, ഈക്വലി ഗ്രേറ്റ് ഫാനാണെന്ന് പറയും. ഷംസുക്ക പിന്നെ ഈ പറഞ്ഞ 4 ആൾക്കാരും കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ, ഈ പരിപാടി ഇങ്ങനെ നടത്തിയാൽ പോരാ, ഇത് ദോഹയിലെ പഴയ പാട്ടുകൾ ഇഷ്ടമുള്ളവരെ മുഴുവൻ കാണിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്, അതെങ്ങനെയെങ്കിലും ചെയ്യണം, ഇതിങ്ങനെ നടത്തേണ്ട പരിപാടിയല്ല, ഇതൊരു 100-800 ആൾക്കാർ കാണേണ്ട ഒരു പരിപാടിയാണ്. ആ ഒരു ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഇത് നടക്കുന്നത് 2022 ജൂണാണ്. പിന്നെ അതിൽ കുറച്ച് ഇങ്ങനെ ചർച്ചകളൊക്കെ വന്ന് 2022 ഡിസംബർ വേൾഡ് കപ്പ് സമയത്ത് ഗ്രാമഫോൺ ഖത്തർ രൂപീകരിക്കുന്നു. 2023 ഫെബ്രുവരി 24 ഞങ്ങൾ സ്മരണാഞ്ജലി സീസൺ 1 ചെയ്യുന്നു. അങ്ങനെയാണ് ഗ്രാമഫോൺ ഖത്തറും സ്മരണാഞ്ജലി സീരീസും ഉണ്ടായത്. ഡോക്ടർ, നമുക്കിപ്പോൾ ഏകദേശം വൈൻഡപ്പിനുള്ള സമയം. അതിനു മുന്നേ ഏതൊരു കലാകാരന്മാരെ പോലെയും ഫാമിലി ഇതിനൊരു സപ്പോർട്ടായിരിക്കും. ഡോക്ടറിൻ്റെ ഫാമിലിയെക്കുറിച്ചും അതിൻ്റെ സപ്പോർട്ടിനെ കുറിച്ചും. ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ടുണ്ട്. ഇപ്പം നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 മക്കളുമാണ്. എൻ്റെ വൈഫ് സെനുജത്ത് എന്നാണ് പേര്, സെനു എന്നാണ് ഞങ്ങൾ വിളിക്കുക. എറണാകുളത്തുകാരിയാണ്, ഔട്ട് ആൻഡ് ഔട്ട് എറണാകുളത്തുകാരി. പാട്ടുകളോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നുമില്ല. പാട്ടുകൾ കേൾക്കും, പക്ഷെ എന്നെ പോലത്തെ ഇങ്ങനത്തെ ഒരു ക്രൈസ് ഒന്നുമില്ല പാട്ടിനോട്. പക്ഷേ ഞങ്ങൾ ഒരു 2 തരം ഇൻട്രസ്റ്റാണ്, 2 തരം ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരേപോലെ വരുന്ന ഒരു
4 കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരേപോലെ ഇഷ്ടമുള്ള 4 കാര്യങ്ങളിൽ 2 ഇഷ്ടം പാട്ടുമായി ബന്ധപ്പെട്ടാണ്. അതായത് രണ്ടുപേർക്കും SPBയെയും ജാനകിയമ്മയും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലത്തെ അത്ര പാട്ടിനോട് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷെ SPBയും ജാനകിയമ്മയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഇത് വരുന്നത് രണ്ടുപേരുടെ ഇഷ്ടപ്പെട്ട നടൻ സെയിമാണ്. നാലാമത്തെ ഒരു കാര്യം രണ്ടുപേരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സിനിമ ചോദിച്ചാൽ അതിൽ 4 സിനിമയും ഒന്നായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്ലോസ് ഒരു ഇതുണ്ട്. പക്ഷെ അല്ലെങ്കിൽ 2 തരം ഇൻട്രസ്റ്റ് ആണ്. പിന്നെ 2 മക്കളാണ്, സൈം റഷീദ്, ഫഹീം റഷീദ്. രണ്ടുപേരും കൊച്ചു ഡോക്ടർമാരാണ്, ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സാണ്. വീണ്ടും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ ഒന്നല്ല. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, ഒരു വളരെ ലോങ് ജേണിയാണ്. അപ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയും വാപ്പ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിന് പോയതെന്ന് പറയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിരുന്നു. പക്ഷെ അവർ ഇൻഡയറക്റ്റ്ലി ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ ചെയ്യുന്ന വർക്കും അത് ഹോസ്പിറ്റലായാലും ഹോസ്പിറ്റലിന് പുറത്തായാലും ഞാൻ പിന്നെ എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സും ജനങ്ങളുമായിട്ടുള്ള ഒരു ഇതും ഒക്കെ. അപ്പോൾ അവർ ഇൻഡയറക്റ്റ്ലി ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും ജൂനിയർ ഡോക്ടേഴ്സായി. ഇതാണ് കുടുംബം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പം എന്താ പറയുക, ഒരുപാട് പാട്ടുകളുടെ ഒരുപാട് അതിൽ വാസ്റ്റായിട്ടാണ്. ബോറടിപ്പിച്ചോ? ഇല്ല, ഡോക്ടർ ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അപ്പം ഇത്രയും കൂടെ നമ്മുടെ കൂടെ ചെലവഴിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ.